ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം കൂടുക. നമ്മുടെ ചാനലിൽ പ്രധാനമായിട്ട് നിങ്ങൾക്ക് അറിയാം, കൈത്താങ്ങുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ വീഡിയോസാണ് അധികം ഇടാറുള്ളത്. ചുരുക്കം നമ്മുടെ വീട്ടിലുള്ള വിശേഷങ്ങളും ഒക്കെ നമ്മുടെ ഷോർട്സ് ആയിട്ട് ഇടാറുണ്ട്. പക്ഷെ പ്രധാനമായിട്ട് നമ്മുടെ ചാനലിൽ കൈത്താങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു വീഡിയോ എടുക്കുമ്പോൾ അതിന്റെ പിന്നെ തുടക്കം അതേപോലെ തന്നെ എൻഡിങ് ഇങ്ങനെയൊന്നും നമ്മൾ എടുക്കാറില്ല അധികം. നമ്മൾ പല വീഡിയോസും അത് കൃത്യതയോട് കൂടിയൊന്നല്ല എടുക്കുന്നത്, കാരണം നമ്മുടെ അറിവില്ലായ്മയാണ്. എന്തായാലും നമുക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മളൊക്കെ അതൊക്കെ നോക്കി പരിശോധിച്ച് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് എടുക്കാനുള്ള പരിശ്രമം നമ്മൾ നടത്തും. നിങ്ങൾ എല്ലാവരും നമ്മുടെ ഒപ്പം കൂടുക. നമ്മൾ ലക്ഷ്യം വെക്കുന്നത് വലിയ ഒരു സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ വലിയ നേട്ടങ്ങളോ സാമ്പത്തിക നേട്ടമോ അതൊന്നും അല്ല കേട്ടോ. പ്രധാനമായിട്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ ചുറ്റുപാടിലുള്ള ആളുകൾക്ക് ഒരാൾക്കെങ്കിലും ഉപകാരപ്രദമാകട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ ഒരു കൈത്താങ് എന്ന് പറഞ്ഞ ക്യാമ്പയിൻ തുടങ്ങിയത്. ഇത് തുടങ്ങി നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെയാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയ, അതിൽ പ്രധാനമായിട്ട് നമ്മൾ യൂട്യൂബ്, ഫേസ്ബുക്ക് ഒക്കെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇൻസ്റ്റഗ്രാം അധികം യൂസ് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ഇതിലൂടെ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളും നമ്മുടെ ഒപ്പം ഉണ്ടാവുമ്പോൾ നമുക്കൊരു വലിയ എനർജിയാണ്. കൂടുതൽ ആളുകൾക്ക് ചെയ്തു കൊടുക്കാനും നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ വലിയൊരു എനർജി തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് മാത്രമാണ്. തീർച്ചയായിട്ടും തുടർന്നു നമ്മളെ പല വിഷയങ്ങളും നമ്മുടെ ശ്രദ്ധയിൽ വരാറുണ്ട്. നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ കൈത്താങ്ങിന്റെ പ്രവർത്തന രീതി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജോലിയുടെ ഒഴിവ് സമയം നോക്കിയിട്ട് ദൈനംദിനം നമ്മുടെ ചുറ്റുപാടിലും ഒരുപാട് പ്രശ്നങ്ങൾ, ഗ്രാമങ്ങളിലോ നമുക്ക് കയറി ചെല്ലുമ്പോൾ ഓരോ വീട്ടിലെയും അവസ്ഥ, അവിടെ ചെയ്തു കൊടുക്കാൻ ആളില്ലാത്ത അവസ്ഥ. നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും എത്രമാത്രം ഇങ്ങനെ പ്രശ്നങ്ങൾ ഓരോ ഗ്രാമങ്ങളിലും ഓരോ വാർഡിലൊക്കെ ഗ്രാമ മെമ്പർമാരൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും. ഇഷ്ടം പോലെ പ്രശ്നങ്ങളാണ് നമ്മുടെ ചുറ്റുപാടുകളും നമ്മുടെ നാടുകളിലൊക്കെ. നമ്മളെ ഏറ്റവും ആഴത്തിൽ, അത്രത്തോളം ആഴത്തിൽ ഓരോ വീട്ടിലേക്കും കയറി ചെല്ലുമ്പോഴാണ് കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും നമ്മളതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയാത്തൊരു ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. പക്ഷെ നമ്മൾ സമൂഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ അവരൊക്കെ സങ്കടം കേൾക്കാനുള്ള ഒരു കുറഞ്ഞ സമയമെങ്കിലും നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ അതൊക്കെ അവർക്കൊരു വലിയൊരു ആശ്വാസമാണ്. ഇതൊന്നും പറയാനോ കേൾക്കാനോ ഒന്നും ആളില്ലാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാടിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വലിയൊരു ആശ്വാസമാവും. പിന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന പല ഓഫീസുകളും കയറി ഇറങ്ങി. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. അപ്പൊ ഞാൻ ദൈനംദിനം പോകുമ്പോൾ 80 വയസ്സായിട്ടും പെൻഷൻ കിട്ടാത്ത ഒരുപാട് ആളുകൾക്ക് നമ്മുടെ പരിശ്രമം കൊണ്ട് പെൻഷൻ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർ പെൻഷൻ കിട്ടാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് ചെറിയ കാരണങ്ങളാവും. ആധാർ ഇല്ലാത്തത്, അതേപോലെ തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ട് പെൻഷൻ കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ഇതൊന്നും കൊണ്ടുപോയി നടത്താനോ ഇതിനൊന്നും ആളുകൾ ഉണ്ടാവില്ല. അവർ ഒറ്റപ്പെട്ട് കഴിയുന്നവരാവും. മക്കളുണ്ടാവില്ല, ചിലർ അച്ഛനമ്മമാരുണ്ടാവില്ല. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള കേസുകളാണ് ദൈനംദിനം ഏറ്റെടുക്കുന്നത്. നമ്മളെ ഉണ്ണിക്കുട്ടനെയൊക്കെ അങ്ങനെയാണ് നമ്മൾ നേരിട്ട് ചെന്ന് കണ്ട് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ദൈനംദിനം അവന്റെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുഴുവനായിട്ട് നമ്മൾ അവന് വേണ്ടിയിട്ട് നമ്മളാണ് പരിശ്രമിച്ചതെന്ന് പറയുന്നില്ല കേട്ടോ. ഒരുപാട് ആളുകൾ അവന് വേണ്ടിയിട്ട് നമ്മൾ ആ വീഡിയോ ചെയ്തതിന് ശേഷം അതിനുശേഷം മറ്റൊരു യൂട്യൂബർ ആ വീഡിയോ ഏറ്റെടുത്തു, ഒരുപാട് പേര് അറിഞ്ഞു, പത്രത്തിൽ വന്നു. അതിനുശേഷം നമ്മൾ ആ യൂട്യൂബർ, നല്ലൊരു യൂട്യൂബർ, ഫേമസ് യൂട്യൂബർ അതൊക്കെ പോസ്റ്റ് ചെയ്തപ്പോൾ അവന് കുറച്ച് പൈസ കിട്ടി. ആ പൈസയിലൂടെ അവന് ഇന്ന് അവിടെ അവന്റെ ഭക്ഷണം പോലും അവിടെ ഒരു കടയിൽ ഏൽപ്പിച്ച് ആ കിട്ടിയ പൈസയിൽ നിന്നാണ് ഇന്ന് ദൈനംദിനം അവന് ഭക്ഷണം പോലും കഴിച്ചു പോകുന്നത്. ഒരു വിഷയം എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ കൈത്താങ് കൂടുതൽ ഊർജിതമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. അതിലൂടെ നമ്മുടെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ നമുക്ക് വലിയൊരു മൂവ്മെന്റ് ആയിട്ട് മാറാം. തീർച്ചയായിട്ടും നമ്മുടെ ചുറ്റുപാടിൽ ഏറ്റവും ആവശ്യകതമായിട്ടുള്ള ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോകാൻ പോകുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകൾക്ക് അവരുടെ സങ്കടങ്ങൾ പറയാൻ, കേൾക്കാൻ ഇന്നൊരു ക്ലബ്ബ് അത്യാവശ്യമാണ്. കേൾക്കാനുള്ള ക്ലബ്ബുകൾ, ലിസണിങ് ക്ലബ്ബുകൾ. തീർച്ചയായിട്ടും നമ്മുടെ കൈത്താങ് കൂടുതൽ വിപുലീകരിച്ച് കൂടുതൽ ആളുകളുടെ ജനപങ്കാളിത്തത്തോടു കൂടി നമുക്ക് കൂടുതൽ ജനകീയമായിട്ടുള്ള രീതിയിലേക്ക് മാറണം. അതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും നമ്മളോടൊപ്പം നിൽക്കണം. നമുക്ക് വലിയൊരു മൂവ്മെന്റ് ആയിട്ട് മാറാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും സമൂഹത്തിന് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കൂട്ടമായിട്ട്, ഒരു സമൂഹമായിട്ട് നമ്മുടെ ഈ ഒരു സിസ്റ്റത്തെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഞാൻ ഇന്ന് നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാൻ പോകുന്നത്, ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിരുന്നു നമ്മുടെ ഉണ്ണിക്കുട്ടിനെ
ഒരു വീൽ ചെയർ ലഭിച്ച വിവരം എല്ലാവർക്കും അറിയാലോ. ചർക്കയുടെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട റിയാസ് മുക്കോളി നായകനായിട്ടുള്ള ചർക്ക പ്രിയപ്പെട്ട നമ്മുടെ ഉണ്ണിക്കുട്ടന് ഒരു ഇലക്ട്രോണിക്സ് വീൽ ചെയർ അനുവദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പട്ടാമ്പിയിൽ വെച്ച് നടന്ന പരിപാടിയിൽ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് അവനും ആ ഒരു വീൽ ചെയർ നൽകുകയുണ്ടായി. ഇപ്പൊ ആ വീൽ ചെയർ കവറിലിട്ട് അവന്റെ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. പക്ഷെ അവന്റെ ആ വീട്ടിലത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ആ വീട്ടിലെ അച്ഛനോ അമ്മയോ മറ്റാരും ഇല്ല. പിന്നെ ഉള്ളത് ഒരു അമ്മൂമ്മ മാത്രമാണുള്ളത്. അവർക്ക് ഒറ്റയ്ക്ക് അവനെ ഏറ്റിക്കൊണ്ടുപോകാനൊക്കെ വലിയ പ്രയാസമാണ്. ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകണമെങ്കിൽ അവന്റെ വീട് നിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു കുന്നിൻ ചെരുവിലാണ്. ഒരു റോഡ് ഇങ്ങനെ റോഡല്ല, ഒരു അതൊന്ന് ലെവലാക്കി എടുക്കണമെങ്കിൽ ജില്ലാ പഞ്ചായത്തോ അല്ലെങ്കിൽ MLA യോ MP ഒക്കെ വിചാരിക്കണം. എങ്കിൽ മാത്രമേ അവനൊരു ഓട്ടോറിക്ഷ വന്നു കഴിഞ്ഞാൽ ഓട്ടോറിക്ഷക്കാർ വിളിച്ചാൽ വരൂല. നമ്മൾ പലപ്പോഴും അവനെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവൻ എന്തെങ്കിലും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട സാഹചര്യം അതൊക്കെ വരുമ്പോൾ ഓട്ടോറിക്ഷ അധികം വിളിച്ചാൽ വരില്ല. കാരണം എന്താ വെച്ചാൽ വിളിച്ച് വന്നു കഴിഞ്ഞാൽ അവനെ ഏറ്റിക്കൊണ്ടിരണമെങ്കിൽ അവിടുത്തെ തൊട്ടടുത്തുള്ള അവനെ എന്നും കൊണ്ടുപോണ രാജീവ് പറഞ്ഞ ആളോ അല്ലെങ്കിൽ അവരുടെ തൊട്ടടുത്തുള്ള ആരെങ്കിലും ഒരാൾ ഉണ്ടെങ്കിൽ അവര് ഓട്ടോറിക്ഷക്കാർ വരുള്ളൂ. അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ സ്ഥിരമായിട്ട് വരുന്ന ഒരു ഓട്ടോറിക്ഷ ഉണ്ട്, അവരാണെങ്കിൽ വരും. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രയാസകരമായിട്ടുള്ള അവസ്ഥ ഉണ്ട്. ഈ റോഡ് ശരിയാകുകയാണെങ്കിൽ വലിയൊരു ഉപകാരമായിരുന്നു. അത് ഒരുപാട് കാലമായിട്ടുള്ള വിഷയമാണ്. നമ്മളിപ്പോൾ അവൻ്റെ ഒരുപാട് കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ ഓടാറുണ്ട്. പക്ഷെ ഈ വിഷയത്തിന് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് എന്ന് പറയുന്നത് മെമ്പർ, പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, MLA, MP, അതേപോലെ തന്നെ കലക്ടർ, സബ് കലക്ടർ, അതേപോലെ തന്നെ ട്രൈബൽ ഓഫീസ്, ഇവിടെയൊക്കെ നമ്മൾ പരാതി കൊടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇവിടങ്ങളിലൊക്കെ നമ്മൾ ഇതിന്റെ വിഷയം എത്തിക്കുക മാത്രമല്ല, നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ അതിന്റെ പിന്നാലെ കൂടുകയും ചെയ്തിട്ടുണ്ട്. നോമ്പിന് എനിക്ക് മലപ്പുറം കലക്ടറേറ്റിൽ നിന്നും അതേപോലെ തന്നെ പെരിന്തൽമണ്ണ സബ് കലക്ടർ ഓഫീസിൽ നിന്നും എനിക്ക് ലെറ്റർ വന്നിട്ടുണ്ട്. ആ വന്നതിൽ ഉണ്ണിക്കുട്ടന്റെ ഈ വീട്ടിലേക്കുള്ള ഈ റോഡ് അധികം വൈകാതെ തന്നെ ജില്ലാ പഞ്ചായത്ത് ശരിയാക്കുക എന്നുള്ള ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാലോ, അവന് ആ റോഡ് ഈ ഇലക്ട്രോണിക്സ് വീൽ ചെയർ കിട്ടിയിട്ട് ആ വീൽ ചെയർ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ വീൽ ചെയർ വീട്ടിൽ നിന്നൊന്ന് അനക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ആ റോഡ് ഒന്ന് ലെവലാക്കിയിട്ട് കുറഞ്ഞ മീറ്ററുകളുള്ളൂ, അതൊന്ന് കോൺക്രീറ്റ് ചെയ്തോ അല്ലെങ്കിൽ ടാർ ചെയ്തോ എന്തെങ്കിലും ഒന്ന് ചെയ്തോ ഒന്ന് ലെവലാക്കി എടുക്കണം. അതേപോലെ തന്നെ അവന്റെ മുറ്റം എന്ന് പറയുന്നത് ഒരു കുണ്ടുമാരിയാണ്. അതിന്റെ വീട് 2 റൂം കൂടിയ ചെറിയൊരു വീടാണ്. അപ്പൊ നമുക്ക് അവന് ഇനിയിപ്പോൾ ഉള്ള പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ആ റോഡാണ്. അത് നിർബന്ധമായിട്ടും, കാരണം ഇല്ലെങ്കിൽ ആ ഇലക്ട്രോണിക്സ് വീൽ ചെയർ കൊണ്ട് നമുക്കൊരു ഉപകാരം ആകാതെ അവിടെ കിടക്കും. അപ്പം ഇത് ചെയ്യുക എന്നുള്ള ഉറപ്പ് ഇവരൊക്കെ കാലങ്ങളായിട്ട് പറയുന്നതാണ്. പക്ഷെ ഇതുവരെ ആ ഒരു പ്രവൃത്തിയിലേക്ക് കടന്നിട്ടില്ല. ആ ഒരു കാര്യത്തിൽ നമുക്ക് ഭയങ്കര വിഷമമുണ്ട്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് കൂടുതൽ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഞാൻ ചെയ്യും. അപ്പൊ നിങ്ങളും നമ്മളൊപ്പം വേണം. നമ്മളൊരു മൂവ്മെന്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ് അതിന് റിസൾട്ട് വരുള്ളൂ. അപ്പൊ കൂടുതൽ നമുക്ക് ആ കാര്യങ്ങൾ ചെയ്ത് അവനത് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കണം. അത് വരും ദിവസങ്ങളിൽ ഞാൻ വീഡിയോയിൽ പറയാം. നിങ്ങൾ ഓരോരുത്തരും നമ്മളോടൊപ്പം നിൽക്കുക. നമ്മുടെ ചുറ്റുപാടിലും നമ്മുടെ സമൂഹത്തിലും ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകൾക്ക് കഴിയാവുന്ന രീതിയിൽ നമ്മുടെ ഈ ഒരു മൂവ്മെന്റ് കൊണ്ട്, വെറും സാമ്പത്തിക സഹായം കൊണ്ട് മാത്രമല്ല, നമ്മുടെ ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ടെക്നിക്കലായിട്ടുള്ള എന്തെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും എന്നുള്ള ഒരു മൂവ്മെന്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, കേൾക്കാനുള്ള ക്ലബ്ബുകൾ, അതിന്റെ പേരും കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ നമുക്ക് തീരുമാനിക്കണം. തീർച്ചയായിട്ടും അതും നമുക്കൊരു ചെറിയൊരു മൂവ്മെന്റ് ആയിട്ട് നമുക്ക് തുടക്കം കുറിച്ച് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു മൂവ്മെന്റ് ആയിട്ട് മാറ്റാൻ കഴിയും. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും നിൽക്കുക. അപ്പം നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോസിലും കാര്യങ്ങളൊക്കെ ഒരുപാട് തെറ്റുകളും പാകപ്പിഴവുകളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളൊക്കെ അതൊക്കെ മാറ്റം വരുത്തിയിട്ട് കൂടുതൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റിൽ നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകണം. എന്തായാലും നമ്മുടെ വീഡിയോസിലും കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലെ കാര്യങ്ങളൊന്നും ഞാൻ ഇന്നേ വരെ നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് ഒരു ഇന്റർവ്യൂ രീതിയിൽ നമുക്ക് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഓരോരുത്തരുടെയും ഇതുവരെ ചെയ്ത പിന്തുണക്കും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അതിന് സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്.
എല്ലാവർക്കും